ഹായ് എവരി വൺ. നീറ്റ് റിസൾട്ട് വന്ന സന്തോഷത്തിലാണ് സൈലത്തിൽ എല്ലാവരും. അതേപോലെ തന്നെ നമ്മുടെ മക്കളും വളരെ ഹാപ്പിയാണ്. അപ്പോൾ റിസൾട്ട് വന്ന ഉടൻ തന്നെ നമ്മുടെ അടുത്തേക്ക് അതിൻ്റെ വിശേഷങ്ങൾ പറയാൻ വന്നതാണ് ഷാരോൺ. ഷാരോണാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ഷാരോൺ നമ്മുടെ റെസിഡൻഷ്യൽ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഷാരോണെ, എക്സാം കഴിഞ്ഞ സമയത്ത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരിക്കാം. കാരണം എന്തായാലും ഈ നീറ്റിന്റെ ചരിത്രത്തിൽ ഇത്രയും ടഫായിട്ടുള്ളൊരു ഒരു ഫിസിക്സിന്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻസ് ഇതിനു മുമ്പ് വന്നിട്ടില്ല. അപ്പോൾ ഇത്രയും ടഫായ ഒരു എക്സാം എഴുതിയപ്പോൾ എക്സാം കഴിഞ്ഞ സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞ സമയത്ത് ഞാൻ എത്ര ലീവ് ചെയ്ത് എത്ര അറ്റൻഡ് ചെയ്യുന്ന പോലും എനിക്കൊരു ബോധം ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും ടൈറ്റ് ആയിരുന്നു നമ്മുടെ എക്സാം. ഒട്ടും ടൈം കിട്ടിയിരുന്നില്ല. ഞാൻ എപ്പോഴും സെക്കൻഡ് റൗണ്ടൊക്കെ വരുന്നതായിരുന്നു, പക്ഷെ ഒട്ടും ടൈം ഇല്ല. അപ്പം എത്രയാണ് ഞാൻ ലീവ് ചെയ്തതെന്ന് ഒന്നും എനിക്ക് ധാരണയില്ലായിരുന്നു. അപ്പം ഇറങ്ങി വന്ന് അപ്പം എനിക്ക് ഈ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ബാക്കിയുള്ള എല്ലാവർക്കും ആയിരുന്നത്, എനിക്ക് മാത്രം ടഫ് ഒന്നും അറിയാൻ വയ്യായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് യൂട്യൂബിലൊക്കെ സ്ക്രോൾ ചെയ്ത് നോക്കി. അപ്പം ഈ +2 പിള്ളേരാന്ന് തോന്നുന്നു, എല്ലാവരും ഭയങ്കര സിമ്പിൾ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പാനിക്കായി. അപ്പൊ എനിക്ക് മാത്രമേ ഉള്ള പ്രശ്നം. അപ്പൊ ഞാൻ അന്ന് 2 ദിവസത്തേക്ക് ഞാൻ ആൻസർ കീ നോക്കിയില്ലായിരുന്നു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, കോഴിക്കോട് ഉണ്ടായിരുന്നു. ഞാൻ പിന്നീടാണ് ഞാൻ കോഴിക്കോട് തന്നെയാണ്. നമ്മുടെ ഹോസ്റ്റലിൽ നിന്നിട്ട് ഇവിടെ തന്നെ രാവിലെ പോയതാണ്. അപ്പൊ ഇവിടെ തന്നെ സെന്റർ കൊടുത്ത് ഇങ്ങനെ തന്നെ പ്ലാൻ ചെയ്താണ് അല്ലേ? ഓക്കെ. കാരണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ടച്ച് അങ്ങ് വിട്ടു. അതുകൊണ്ട് എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ 2 ദിവസം കഴിഞ്ഞാണ് പോയത്. നമ്മുടെ ഹോസ്റ്റലിൽ പോയത്. അതുകൊണ്ട് തന്നെ ഞാൻ 2 ദിവസം കഴിഞ്ഞ് വീട്ടിലോട്ട് പോയപ്പോഴാണ് ഞാൻ ആൻസർ കീ നോക്കി. അപ്പൊ പിന്നെ ഞാൻ നമ്മുടെ ബാച്ചിലുള്ള എല്ലാവരും വിളിച്ചു ചോദിച്ചു. അപ്പം അവരെല്ലാം ഏകദേശം അവരുടെ സ്കോറൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും കട്ട് ഓഫ് നല്ല താഴെയാണ്. യൂട്യൂബിൽ പല റിവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും പിന്നെ അനന്ത് സാറിന്റെ ഒക്കെ വീഡിയോ വന്നപ്പോഴത്തേക്ക് പിന്നെ എല്ലാം ഓക്കെ ആയി. പിന്നീടാണ് ഞാൻ ആൻസർ കീ നോക്കിയത്. ആൻസർ കീ നോക്കിയപ്പോഴും എങ്കിലും നമുക്ക് ഇത്രയും ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുമ്പോൾ എപ്പോഴും നമുക്ക് 600 എപ്പോഴും കിട്ടുമായിരുന്നു. അപ്പൊ പിന്നെ ഇത്രയും ലോ ആകുമ്പോൾ നമുക്ക് എങ്കിലും നമുക്ക് സെൽഫ് ഡൗട്ട് കാണും, ഇത് കിട്ടും, ഇത്ര മാർക്ക് വെച്ച് കിട്ടും എന്നല്ല ഉള്ള. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒഫീഷ്യൽ ആൻസർ കീ വന്നിട്ട് സമാധാനത്തിൽ നോക്കാന്നുള്ള രീതിയിൽ. റിസൾട്ട് വന്നതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാൻ ലാസ്റ്റ് ചോദിക്കാം. ഇതിപ്പം റിപ്പീറ്റ് ചെയ്തല്ലേ, അപ്പൊ ഫസ്റ്റ് ചാൻസിൽ നീ നീറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ സമയത്ത് എത്ര സ്കോർ, ഏത് റേഞ്ചിലായിരുന്നു സ്കോർ? എനിക്ക് 290 ആയിരുന്നു വന്നത്. +2 എഴുതിയത്. വേറെ എന്തെങ്കിലും കോച്ചിങ്ങോ? ഇല്ല, ഞാൻ +2 ട്യൂഷൻ ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് അപ്പോൾ ഞാൻ സൈലത്തിന്റെ ലൈവ് മാത്രമേ കണ്ടത്. എക്സാമിന് തലേന്ന് സൈലത്തിന്റെ ലൈവ് ആണ് എക്സാം എഴുതാതെ. യൂട്യൂബ് വീഡിയോസ് മാത്രം. അങ്ങനെയാണ് സൈലത്തെ കുറിച്ച് അറിയുന്നത്. അതുകൊണ്ടാണ് ആ ഒരു യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ സൈലത്തിലോട്ട് വരാൻ. പിന്നെ ഈ ഹൈബ്രിഡ് സാധാരണ എല്ലാവരും പറയുന്ന ഈ എന്തുവാ റിപ്പീറ്റ് ചെയ്ത് ഭയങ്കര ഒരു നമുക്ക് ഭയങ്കര സ്ട്രെസ്സും നമുക്കൊരു ലൂപ്പിൽ പെട്ട കണക്കാണ്. രാവിലെ എണീക്കുന്നു, ജസ്റ്റ് പിന്നെ പഠിക്കുന്നു, പിന്നെ എപ്പോഴും അത് മാത്രം. അപ്പം ഇനി ഭയങ്കര ഞാൻ അന്ന് വരെ അങ്ങനെ ഡെയിലി ഇന്ന് പഠിക്കുന്ന ഒരാളല്ലായിരുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് ആ ഒരു ലൈഫിലോട്ട് പോയി എനിക്ക് ഭയങ്കര എന്തോ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ സൈലത്തിന്റെ ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം ഓൺലൈനും ഒരു ദിവസം ഓഫ്ലൈൻ ആയതുകൊണ്ട് അപ്പൊ എനിക്ക് തന്നെ തോന്നി ഇതൊരു കംഫർട്ടബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ സൈലന്റ് ഫസ്റ്റ് ആയിട്ട് മെയിൻ ആയിട്ട് ചൂസ് ചെയ്യാൻ വന്നത്. ഈ മാർക്ക് വെച്ച് ഇപ്പം 200 മാർക്ക് വെച്ചിട്ട് നോർമലി എല്ലാവരും പറയുന്ന ഒരു ജനറൽ സേയിങ് ആണ്, ഇത്ര മാർക്ക് ഫസ്റ്റ് ചാൻസിൽ കിട്ടിയിട്ട് ഇനി റിപ്പീറ്റ് ചെയ്തിട്ട് വലിയ കാര്യമില്ല, കിട്ടാൻ ചാൻസ് ഇല്ല എന്നൊക്കെ ജനറലി പൊതുവെ പറയുന്ന ഒരു സേയിങ് ആണ്. പക്ഷെ അതിലൊന്നും വലിയ അർത്ഥമില്ല എന്നുള്ളത് നമ്മുടെ പിള്ളേരൊക്കെ ഒരുപാട് തവണ തെളിയിച്ചാണ്. അപ്പൊ നിനക്ക് അങ്ങനെ ആരെങ്കിലും പറഞ്ഞതായിട്ടോ അല്ലെ നിനക്ക് തന്നെ ഒരു തോന്നലുണ്ടായിരുന്നോ ഈ മാർക്ക് വെച്ച് റിപ്പീറ്റ് ചെയ്യണോ? അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു? ഇല്ല, എന്നെ ആരും കമ്പൽ ചെയ്തൊന്നുമല്ല. ഞാൻ ഓൾറെഡി പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് +2 കഴിഞ്ഞ ഒരു വർഷം എന്തായാലും റിപ്പീറ്റ് ചെയ്ത് നോക്കും എന്നുള്ള ഒരു കാര്യം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യാൻ വന്നത്. പിന്നെ സൈല വന്നപ്പോൾ ഇച്ചിരി കോൺഫിഡൻസ് ആയി, ഇച്ചിരി സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാലോ എന്നുള്ളൊരു ഇത് വന്നു. +2 ഞാൻ ട്യൂഷൻ വന്നുകൊണ്ട് എനിക്ക് ഒട്ടും ഈ ഫണ്ടമെന്റൽ ഇല്ലായിരുന്നു, ഞാൻ ഒട്ടും ബേസ് എന്റെ സ്ട്രോങ് അല്ലായിരുന്നു. അപ്പൊ സൈലത്തിൽ വന്ന് ഫസ്റ്റ് ഈ ഫണ്ടമെന്റൽസ് എടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇപ്പൊ ഇച്ചിരി നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജാണ് ഒരു സീറ്റാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ സൈലത്തിന്റെ കൂടെ നിന്ന് അവസാനം ഇപ്പൊ നല്ലൊരു സ്കോർ തന്നെ. റിസൾട്ട് വന്നതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ഞാൻ ലാസ്റ്റ് ചോദിക്കാം, അതാണ് ഞാൻ പിന്നെ അത് അവിടെ അവസാനത്തേക്ക് മാറ്റി വെച്ചത്. ദെൻ ഇപ്പോൾ ഈ വർഷത്തെ എക്സാം കുറച്ച് ടഫായി. അപ്പോൾ ടഫായ സമയത്ത് പാനിക് ആവാതെ എക്സാം നീ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. കാരണം അതുകൊണ്ടാണ് ഈ ഒരു സ്കോറിലേക്ക് എത്തിയത്. അപ്പോൾ പല കുട്ടികളും ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന പല കുട്ടികളും ഒരു ടോപ്പറെ കാണുമ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, ഏത് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്? ഫിസിക്സ് പ്രോബ്ലം ചെയ്യാനുള്ള ഒരു സ്കില്ലും മാത്തമാറ്റിക്കൽ സ്പീഡും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ദിവസം ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൽ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്? സൈലം DPPയും അതുപോലെ തന്നെ NCERTയും അല്ലാതെ വേറെ ഏതെങ്കിലും PYQയും അല്ലാതെ വേറെ ഏതെങ്കിലും മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്? ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊന്ന്. ഞാൻ ഫസ്റ്റ് ടൈം വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ കാൽക്കുലേഷനൊക്കെ സ്പീഡ് ഭയങ്കര കുറവായിരിക്കില്ല. അപ്പൊ ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുമായിരുന്നു എന്ന് വെച്ചാൽ ഈ സ്പീഡും. അപ്പം നമുക്ക് ആ ചെയ്യുന്നതിന്റെ ഒരു നാക്ക് കിട്ടാൻ വേണ്ടി ഞാൻ പഞ്ചൊക്കെ ആദ്യമേ എല്ലാ ചാപ്റ്റേഴ്സിനെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഈ ഒരു ചാപ്റ്ററിന് ഇത്ര ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ആ ചാപ്റ്ററായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് കംഫർട്ടബിൾ ആവാൻ നിർത്താറുണ്ട്.
പിന്നെ അപ്പം ഓരോ ചാപ്റ്ററിനും ഓരോ രീതിയിലാണ് നമ്പർ നല്ല ഇമ്പോർട്ടൻസ്, ചാപ്റ്റർ എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഓക്കെയാണ്, അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം, ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സ്റ്റോപ്പ് ചെയ്ത് അടുത്തയിലേക്ക് പോകാം എന്നുള്ളതാണ്. അല്ലാതെ അവസാനം ആയപ്പോഴത്തേക്ക് ഞാൻ വേറെ മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അവസാനം LMRP സ്റ്റാർട്ട് ചെയ്തല്ലോ, റിവിഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ, ഒരു 3 മാസം നമ്മൾ റിവിഷനിലായിരുന്നു. റിവിഷനിൽ എൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയായിരുന്നു, റിവിഷൻ എങ്ങനെയാണ് നീ പ്ലാൻ ചെയ്തത്? റിവിഷനിൽ ഞാൻ ബയോളജി ഞാൻ ആദ്യമേ DPP നോക്കുമായിരുന്നു, പിന്നീട് ഫിസിക്സ് കെമിസ്ട്രി എല്ലാം DPP തന്നെയാണ് നോക്കാറ്. പിന്നെ അതിനകത്ത് പ്രോബ്ലം ചെയ്യാൻ ഞാൻ കൂടുതൽ പ്രോബ്ലംസ് ഞാൻ ചെയ്യാറില്ല, ഞാൻ ആദ്യം തന്നെ മാർക്ക് ചെയ്ത് വെക്കുമായിരുന്നു. ഇപ്പം ഇമ്പോർട്ടന്റ് തോനെ കോൺസെപ്റ്റുവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം മാർക്ക് ചെയ്ത് വെക്കുമായിരുന്നു, അതെല്ലാം ജസ്റ്റ് ചെയ്ത് വെക്കും, എന്നിട്ട് ചെയ്ത ക്വസ്റ്റ്യൻസിനെ വീണ്ടും റിവൈസ് ചെയ്യും. പിന്നെ അവസാനം ആകുമ്പോഴത്തേക്ക് ഈ ആദ്യമുള്ള LMRP തന്നെ ആദ്യമുള്ള നമ്മൾ പഠിച്ച പോർഷൻസ് ചിലപ്പോൾ നമുക്ക് മറക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പിന്നെ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അതിനായിട്ട് കുറച്ച് ടൈം കണ്ടുപിടിക്കുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡേ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു ഡേ അതിനായിട്ട് യൂസ് ചെയ്യും, റിവൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുമായിരുന്നു. നിനക്ക് ശൈലത്തിൽ റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു ഡ്യൂറേഷനിൽ ശൈലത്തിൽ എനിക്ക് ഏറ്റവും ഈ ഒരു ഫീച്ചർ ഇത് കൊള്ളാം, ഇതുകൊണ്ടാണ് എനിക്കിവിടെ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് എനിക്കിവിടെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നത്, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്ത ശൈലത്തിൽ നിനക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഫീച്ചേഴ്സ് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ നീ എന്തായിരിക്കും പറയാം? മെയിനായിട്ട് ഹൈബ്രിഡ് തന്നെയാണ്. അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഫസ്റ്റ് വന്നതും. അതുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അവസാനം വരെ നിന്നത്. കാരണം ഒട്ടും നമുക്ക് സ്ട്രെസ്ഡ് ആയിട്ട് നമുക്ക് തോന്നത്തില്ല. ഒരു ഡേ ഓൺലൈനും ഒരു ഡേ ഓഫ്ലൈനും ആയിട്ട് നമുക്ക് ഒട്ടും ഹെക്റ്റിക് ആയിട്ട് തോന്നത്തില്ല. അപ്പൊ നമുക്ക് തന്നെ റിവൈസ് ചെയ്യാനുള്ള ടൈം കണ്ടുപിടിക്കാം. അപ്പൊ എല്ലാത്തിനുള്ള ടൈമും നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ആദ്യം തന്നെ നല്ല സ്ലോ പേസിലാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ പിന്നെ അവസാനം വരെ നല്ല. അപ്പൊ ആ ഒരു 200 മാർക്കിൽ നിന്നും ഇപ്പൊ നീ എത്തിയ ഒരു ടോപ്പ് സ്കോറിലേക്ക് എത്താൻ ആ ഒരു ഹൈബ്രിഡ് പ്ലാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ വരുന്ന സമയത്ത് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഇത്ര ടഫ് ക്വസ്റ്റ്യൻസ് വേണോ, ഇതൊക്കെ വരുമോ എന്നൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്നോട് തന്നെ നീ ചോദിച്ചിട്ടുണ്ട്, വേവ് ഓപ്റ്റിക്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതൊക്കെ നമ്മൾ പഠിക്കണോ, ഒക്കെ വരുമോ എന്നുള്ളത്. നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എന്ത് ഫീൽ ചെയ്തു? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എക്സാം എഴുതാൻ നേരത്ത് ഞാൻ അത്ര ടെൻഷൻ ആയിരുന്നില്ല, ഇത്രയും കട്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കില്ല. കാരണം ഞാൻ എക്സാം എഴുതി തുടങ്ങിയപ്പോൾ പിന്നെ വേറൊരു ലോകത്തെ, പിന്നെ എക്സാം എഴുതി കഴിഞ്ഞ് അവസാനമായപ്പോഴാണ് ഞാൻ എത്ര ക്വസ്റ്റ്യൻ ലീവ് ചെയ്തോ ഇല്ലയോ ഒന്നും എനിക്ക് അറിയാൻ വയ്യ. എന്ന് വെച്ചാൽ എഴുതി കഴിഞ്ഞ് പെട്ടെന്ന് ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തോട്ടം ആയിപ്പോയി, പിന്നെ വേറെ ഒന്നും ചിന്തിക്കാൻ പോലും സമയം കിട്ടിയില്ല. അപ്പം ഈ മറ്റേ റിഡക്ഷനിസ്റ്റ് ബയോളജി എന്ന് പറഞ്ഞ ബയോളജിയുടെ ക്വസ്റ്റ്യൻ വന്നു, അതൊക്കെ ഞങ്ങൾക്ക് മോക്കിന് വന്നായിരുന്നു. അപ്പൊ വെളിയിൽ നിന്ന് കുറെ പേര് വന്നത് ഔട്ട് ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അത് NCERT-ലും വായിച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് മോക്കിന് LMRP ഒക്കെ നല്ല ലെവൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ നമ്മൾ തന്നെ തമ്മി ചോദിക്കും, ഇത്രയൊക്കെ വരുന്ന എന്തിനാ, 1 മിനിറ്റിലേ നമുക്ക് സമയമുള്ളൂ. പിന്നെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അത്രയൊക്കെ വന്നാലും ഇല്ലെങ്കിലും നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. അത്രയും ലെവൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ട് എക്സാമിന് പോകുമ്പോൾ ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നും വരാനില്ലല്ലോ എന്നൊരു കോൺഫിഡൻസ് കിട്ടും. ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ആ കോൺഫിഡൻസ് കിട്ടുകയും ചെയ്തു, എക്സാം നിങ്ങൾ പാനിക് ആവാതെ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു അല്ലേ? അപ്പോൾ ഇനി അവസാനമായിട്ട് ഇപ്പോൾ സ്കോർ വന്നു, അത്യാവശ്യം ഒരു ടോപ്പ് റേഞ്ചിലേക്ക് സ്കോർ നിനക്ക് എത്തി, നല്ലൊരു മെഡിക്കൽ കോളേജിൽ നല്ലൊരു സീറ്റ് നിനക്ക് കിട്ടും, നല്ലൊരു ഡോക്ടറായിട്ട് നീ 5-6 വർഷം കഴിഞ്ഞാൽ നീ പുറത്തേക്ക് ഇറങ്ങും. അപ്പം നമ്മൾ ശൈലത്തിനോടൊപ്പമുള്ള ഈ ജേണി കണ്ടിന്യൂ ചെയ്യും, ഇവിടെ തീരുന്നില്ല, നമ്മൾ നിന്നോടൊപ്പം എപ്പോഴും ഉണ്ടാവും, നീ ഡോക്ടറായി പുറത്തിറങ്ങുന്നവരെ നമ്മൾ നിന്നോടൊപ്പം ഉണ്ടാവും. അപ്പം ഇനി റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ ഈ വർഷം റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയ കുട്ടികളോട് നിനക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ്, അതായത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം തുടക്കം മുതലേ, അങ്ങനെ നിനക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് പറയാൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും പറയാം? നമ്മൾ മാക്സിമം ടൈം സേവ് ചെയ്യുക. നമുക്ക് എപ്പോഴും റിവിഷനാണ് വേണ്ടത്. അപ്പം നമ്മൾ ഇപ്പം എന്ത് ചെയ്യാണെങ്കിലും നമ്മൾ എല്ലാ ഡേയിലും നമുക്ക് കുറച്ച് റിവൈസ് ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുക. പിന്നെ എക്സ്ട്രാ നോട്ട്സ് എഴുതി, ഇപ്പം നമുക്ക് DPP-യിൽ തന്നെ നമുക്ക് എല്ലാ നോട്ട്സും ഓൾറെഡി പ്രിന്റഡ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ നോട്ട്സ് എഴുതി അങ്ങനൊന്നും ടൈം കളയരുത്. നമ്മൾ DPP തന്നെ എല്ലാം ഉണ്ട്. പിന്നെ വെളിയിലുള്ള മെറ്റീരിയൽസ് പോയിട്ട് നമുക്ക് വേണ്ടാത്ത ചില മെറ്റീരിയൽസ് നമുക്ക് ഔട്ടൊക്കെ കാണും, അതെല്ലാം ചുമ്മാ പഠിച്ച് നമ്മൾ സമയം കളണ്ടായിട്ടില്ല. DPP തന്നെ എല്ലാം ഉണ്ട്, അപ്പൊ അത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ. നീ പഞ്ച് ചെയ്ത് തുടങ്ങിയെങ്കിലും പിന്നെ നീ പഞ്ച് ഒഴിവാക്കി DPP-ലേക്ക് തന്നെ വന്നു. കാരണം ഇത് പഞ്ചിലുള്ള അധികം ക്വസ്റ്റ്യൻസും നല്ല ക്വസ്റ്റ്യൻസും DPP-യിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പഞ്ച് ചെയ്തത് തന്നെ ഞാൻ എന്റെ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാനാണ്. അത് ആദ്യം നമുക്ക് ഭയങ്കര പാടായിട്ട് തോന്നും ഈ ന്യൂമറിക്കൽസ് ചെയ്യുമ്പോഴത്തേക്ക്, പക്ഷെ DPP-നെ സെറ്റ് ചെയ്തേക്കുന്ന അതേ കണക്കാണ്. ആദ്യം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് ആ ഒരു പേസ് നമുക്ക് നല്ല നല്ല ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ പിന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഏകദേശം ന്യൂമറിക്കൽസ് ആയിട്ടെല്ലാം സെറ്റ് ആവും. ആദ്യം തന്നെ അങ്ങ് ഭയങ്കരമായിട്ട് സ്ട്രെസ് എടുത്ത് നമുക്കിത് പറ്റത്തില്ല അങ്ങനൊന്നും വേണ്ട, ജസ്റ്റ് ട്രസ്റ്റ് ദ പ്രോസസ്. അതിന് തൊട്ടേ നമ്മൾ പതുക്കെ ഇപ്പൊ വേറൊരാളുടെ സ്ലീപ്പ് സ്കെഡ്യൂളോ അല്ലെ അവര് പഠിക്കുന്ന എത്ര അവേഴ്സ് ആണ് അതൊന്നും നിങ്ങൾ ഓർത്തത് പാനിക്കാവേണ്ട കാര്യമില്ല. അത് അവരുടെ കംഫർട്ടബിൾ അനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് അതേ കണക്ക് വേണം നിങ്ങൾ പോകാൻ. ചുമ്മാ അവരിപ്പോ ഇത്ര അവേഴ്സേ സ്ലീപ്പ് ചെയ്യുന്നുള്ളൂ, അപ്പം ഞാനും അത്രയും വെച്ച് ചെയ്യാം അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ സ്ലീപ്പാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ഞാൻ ഭയങ്കരമായിട്ട് സില്ലി മിസ്റ്റേക്ക് ഉണ്ടാകുന്ന ഒരാളായിരുന്നു. സ്ലീപ്പ് കോംപ്രമൈസ് ചെയ്യുമ്പോഴാണ് മിക്കവാറും സില്ലി മിസ്റ്റേക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയാണോ കംഫർട്ടബിൾ അത്രയും നേരം നിങ്ങൾ ഉറങ്ങുക, അതിനുശേഷം ബാക്കി എന്തും ചെയ്യാവുള്ളൂ.
ദാറ്റ്സ് ഗുഡ്. അപ്പോൾ നമുക്ക് കാണാം, ഇനിയും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം നിന്നെ ക്യാമ്പസിൽ, അതായത് നീ പഠിക്കുന്ന മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ വീണ്ടും നിന്നെ കാണാൻ വരും. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക്സ്.